അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഓണത്തിന് മുമ്പ് അമ്മയുടെ മോള് മടങ്ങി വരും. അവൾക്ക് തോന്നിയാ മടങ്ങി വരുമെന്ന് പറ ഉണ്ണിയേട്ടാ. എന്തായാലും ഈ ഓണത്തിന് വന്നില്ലെങ്കിൽ അടുത്ത ഓണത്തിനെങ്കിലും വരാതിരിക്കില്ല. ലക്ഷ്മി മോൾക്ക് എന്ത് സംഭവിച്ചാലും അതിനൊക്കെ മോളുടെ അച്ഛനും മുത്തശ്ശിയും അതുപോലെ മോന്റെ അമ്മാവനും ആ മേഘനാഥനും ഒക്കെ പ്രതികളായിരിക്കും. നടന്ന് എന്താണെന്ന് അറിയാതെ ആരെയും സംശയിക്കണ്ട അമ്മ. അമ്മ ഭയക്കുന്നത് പോലെ ഏട്ടത്തി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ പോലീസ് അത് കണ്ടെത്തിയേനെ. എനിക്ക് തോന്നുന്നത് ഏട്ടത്തി ആർക്കെങ്കിലും ഒപ്പം ഈ നാട് വിട്ട് പോയി കാണുമെന്ന്. അമ്മ വെറുതെ അങ്ങനെ പറയുമ്പോ തർക്കിക്കാനൊന്നും നിക്കണ്ട. അവള് കണ്ണേട്ടനോടൊപ്പം കമ്പനിയിൽ പോയ ശേഷം പലതും പഠിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ കമ്പനി കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയാം. പിന്നെ ബികോം കഴിഞ്ഞതാണല്ലോ. അതുകൊണ്ട് വല്ല ബോംബെയിലോ ഡൽഹിയിലോ മറ്റോ ആർക്കെങ്കിലും ഒപ്പം പോയി കാണും. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മോൾ ആരോട് പറഞ്ഞില്ലെങ്കിലും അത് എന്നോട് പറയാതിരിക്കില്ല. ഇനിയിപ്പോ അവൾ അമ്മയെ വിളിക്കുമായിരിക്കും. എന്റെ മോളെ കുറിച്ച് ഉടനെ എന്തെങ്കിലും അറിയാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാ ഞാൻ കൂടുതലൊന്നും സങ്കടപ്പെടാത്തത്. പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, മോള് മടങ്ങി വരികയാണെങ്കിൽ മോളോട് സ്നേഹത്തോടെ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ വേണം. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ തിരിച്ചടി തരുന്നത് മോളായിരിക്കില്ല, മോള് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളായിരിക്കും. ഒരു ദൈവം വിചാരിച്ചാലും അവള് മടങ്ങി വരില്ല. നിങ്ങൾക്ക് അവളെ കാത്തിരിക്കാനേ പറ്റൂ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാൻ കണ്ടേ. ആ, സൂക്ഷിച്ച് വണ്ടി ഓടിക്കണേ ഉണ്ണിയേട്ടാ. ഇതിനോടകം തന്നെ പലരും പ്രേതത്തിനെ കണ്ട് പേടിച്ചു കഴിഞ്ഞു. ഇപ്പൊ മാത്രം എന്താ എല്ലാവരും ഇങ്ങനെ പ്രേതത്തെ കാണുന്നത്? അത് പിന്നെ ഉണ്ണിയേട്ടന്റെ വീട്ടിലെ ഒരു ആത്മഹത്യ നടന്നിട്ടുണ്ട്. അല്ലേ ഉണ്ണിയേട്ടാ? ആ അതെ, ഉണ്ണിയേട്ടന്റെ ഒരു വല്യമ്മ ആത്മഹത്യ ചെയ്തതാ. ആണോ? അവര് മരിച്ച ശേഷം വലിയ ശല്യായിരുന്നു കുടുംബത്തിനകത്തുനിന്നാ ഉണ്ണിയേട്ടന്റെ അമ്മ പറഞ്ഞത്. പിന്നെ മന്ത്രവാദം നടത്തി അവരെ തളച്ചായിരുന്നു. അയ്യോ, പക്ഷെ വീണ്ടും അവരിറങ്ങി നടക്കുന്ന ഉണ്ണിയേട്ടന്റെ അമ്മയും അമ്മാവനും ഒക്കെ പറയുന്നത്. ആണോ? ആ അതെ, ആ വല്യമ്മ ഇപ്പൊ എല്ലാരും ശല്യം ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? ആ